നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി ലോല മേഖലയായി ജില്ലയിലെ 47 വില്ലേജുകളും പുനർപ്രസിദ്ധീകരിക്കണമെന്നത് എംപിമാരുടെ ഇടപെടൽ ഉണ്ടാകാത്തത് മൂലമെന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള എംപിമാർ 5 വർഷം പാർലമെന്റിനകത്ത് മിണ്ടാതിരുന്നതിന്റെയും പരിസ്ഥിതി സംഘടനകൾക്ക് ചൂട്ടുപിടിച്ചതിന്റെയും പരിണിത ഫലമാണിതെന്നും ആരോപണം. സ്വകാര്യ വ്യക്തിയുടെ അനധികൃത നിർമ്മാണം മൂലം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നിരവധി കുടുംബങ്ങൾ. കൃഷിയിടത്തിൽ ജലസംഭരണി നിർമ്മിക്കുന്നതിനായി റോഡ് വെട്ടിയതോടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് സേനാപതി പഞ്ചായത്തിലെ മുക്കുടിയിൽ. അനധികൃത നിർമ്മാണം നടക്കുന്നത് 2018 ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തോട് ചേർന്ന. കട്ടപ്പന നഗരസഭാ പരിധിയിൽ മാലിന്യ നിക്ഷേപം വ്യാപകം. മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുന്നത് കട്ടപ്പനയാർ കേന്ദ്രീകരിച്ച. മഴക്കാലമായതോടെ അയ്യപ്പൻകോവിൽ പദ്ധതി പ്രദേശത്ത് മീൻപിടുത്ത സംഘങ്ങൾ സജീവം. ചൂണ്ടയുപയോഗിച്ചും വലയെറിഞ്ഞും വല കെട്ടിയും മീൻ പിടിക്കുവാൻ എത്തുന്നവർ നിരവധി. അവധി ദിവസങ്ങൾ ആഘോഷമാക്കി മീൻപിടുത്ത സംഘങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി ലോല മേഖലയായി ജില്ലയിലെ 47 വില്ലേജുകളും പുനർപ്രസിദ്ധീകരിക്കണമെന്നത് എംപിമാരുടെ ഇടപെടൽ ഉണ്ടാകാത്തത് മൂലമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള എംപിമാർ 5 വർഷം പാർലമെന്റിനകത്ത് മിണ്ടാതിരുന്നതിന്റെയും പരിസ്ഥിതി സംഘടനകൾക്ക് ചൂട്ടുപിടിച്ചതിന്റെയും പരിണിത ഫലമാണിതെന്നും CPM നേതൃത്വം ആരോപിച്ചു. കോൺഗ്രസ് ഭരണകൂടം 2013 നവംബർ 13 ഇറക്കിയ നിർമ്മാണ നിരോധന ഉത്തരവിന്റെ ദുർഗതിയാണ് ഇപ്പോഴും ഇടുക്കിക്കാർ നേരിടുന്നത്. 2014 മാർച്ച് 31 പുതിയ കരട് ഇറക്കിയതിലൂടെ എല്ലാം പരിഹരിച്ചെന്ന പ്രസ്താവന ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കോൺഗ്രസ് നേതൃത്വം വൈകിയെങ്കിലും സത്യം തുറന്നു സമ്മതിക്കണം. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ കൃഷി, തോട്ടം, ജനവാസ കേന്ദ്രങ്ങൾ, ടൗൺഷിപ്പുകൾ എന്നിവ ഒഴിവാക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 2018 തന്നെ കേരളം സമഗ്രവും ശാസ്ത്രീയവുമായ റിപ്പോർട്ട് നൽകിയിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന 9999 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശത്തു നിന്ന് ഇളവുകൾ വരുത്തി 8868 ചതുരശ്ര കിലോമീറ്റർ വനത്തിൽ മാത്രം ESA നിജപ്പെടുത്തിയാണ് റിപ്പോർട്ട് നൽകിയത്. ജണ്ടയ്ക്കുള്ളിൽ മാത്രം ESA നിജപ്പെടുത്തി കൃഷിയിടങ്ങളിൽ ഇടകലർന്ന് കിടക്കുന്ന ESA മുഴുവൻ ഒഴിവാക്കിയാണ് ESA വിസ്തൃതി കുറച്ചെടുത്തത്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ട് പഠിക്കുവാൻ കേന്ദ്രം ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ സമിതി റിപ്പോർട്ട് പഠിച്ചു വരുന്നതിനിടയിലാണ് കാലാവധി കഴിയാത്തതിനെ തുടർന്ന് വീണ്ടും കരട് വിജ്ഞാപനം പുനർപ്രസിദ്ധീകരണമുണ്ടായത്. സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ട് അംഗീകരിപ്പിച്ച് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ആവശ്യമായ ഒരു ഇടപെടലും കേരളത്തിൽ നിന്നുള്ള എംപിമാർ കഴിഞ്ഞ 5 വർഷവും ചെയ്യാതിരുന്നതിന്റെ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എംപിമാരിൽ നിന്നും ഇനിയും നീതി പ്രതീക്ഷിക്കാനാവില്ല. നിർമ്മാണ നിരോധനം പുനർപ്രസിദ്ധീകരിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരായും എംപിമാരുടെ നിസ്സംഗതയ്ക്കെതിരെയും പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അറിയിച്ചു. സ്വകാര്യ വ്യക്തിയുടെ അനധികൃത നിർമ്മാണം മൂലം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നിരവധി കുടുംബങ്ങൾ. സേനാപതി പഞ്ചായത്തിലെ മുക്കുടിയിലാണ് കൃഷിയിടത്തിൽ ജലസംഭരണി നിർമ്മിക്കുന്നതിനായി റോഡ് വെട്ടിയതോടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. 2018 ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തോട് ചേർന്നാണ് അനധികൃത നിർമ്മാണം. സേനാപതി പഞ്ചായത്തിലെ മുക്കുടിയിൽ സ്വകാര്യ വ്യക്തി കൃഷിയിടത്തിൽ ജലസംഭരണി നിർമ്മിക്കുന്നതിനായി JCB ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചു. ഇതോടെ പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണിയിലായിരിക്കുകയാണ്. 2018 ഉരുൾപൊട്ടൽ ഉണ്ടായതിന് തൊട്ടുചേർന്നാണ് സ്വകാര്യ വ്യക്തിയുടെ ഈ നിർമ്മാണ പ്രവർത്തനം. നിലവിൽ ഇവിടെ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു. 3 വീട്ടുകാരോളം വളരെ ഒരു ഭീഷണിയിലാണ് നിൽക്കുന്നത്. എൻ്റെ അയൽവക്കംകാരുടെ 2 വീട് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ മണ്ണിടിച്ചിലും ഉരുളുപൊട്ടലിലും പോയവരാണ്. നമ്മുടെ ഈ ഭാഗം ഇതിനു മുന്നും ഒരിക്കലും ഇടിഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു മേഖലയല്ല എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക്. ഇപ്പോൾ ഒരു വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലാണ് ഞങ്ങൾ. ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന തരത്തിൽ കൂറ്റൻ പാറക്കല്ലുകൾ പ്രദേശത്തുണ്ട്. ഇനി ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായാൽ വൻ ദുരന്തമായിരിക്കും ഇവിടെ സംഭവിക്കുക. കുന്നിടിച്ചു നിരത്തിയുള്ള നിർമ്മാണത്തിന് പുറമെ നിരവധി മരങ്ങളും മുറിച്ചു മാറ്റിയിട്ടുള്ളതായും നാട്ടുകാർ പറഞ്ഞു. സ്ഥലത്തിലുള്ള മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ട് പോവുക, വെട്ടി ഇതെല്ലാം ഇടിഞ്ഞും പറഞ്ഞും കിടന്ന് ആകെ ഈ ഞങ്ങൾക്ക് 3 വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കാവുന്ന അവസ്ഥയാണ്. മൊത്തം ഇടിഞ്ഞ് കിടക്കുവാണ് സ്ഥലം മൊത്തം. അതുപോലെ തന്നെ
ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ പേടിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ മേലാത്തൊരു ഗതികേടാണ് വന്നേക്കുന്നത്. ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത അടിവാരത്തുള്ള നിരവധി കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു കഴിഞ്ഞു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മണ്ണെടുക്കുന്നതിനടക്കം ജില്ലാ കളക്ടറുടെ നിരോധനം നിലനിൽക്കെയാണ് സ്വകാര്യ വ്യക്തിയുടെ കുന്നിടിച്ചുള്ള നിർമ്മാണം. കട്ടപ്പന നഗരസഭാ പരിധിയിൽ മാലിന്യ നിക്ഷേപം വീണ്ടും വ്യാപകമാകുന്നു. കട്ടപ്പനയാർ കേന്ദ്രീകരിച്ചാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുന്നത്. രാത്രിയുടെ മറവിൽ സ്കൂൾ കവല ITI കുന്ന് റോഡിൽ നിന്നുമാണ് സാമൂഹിക വിരുദ്ധർ മാലിന്യം തള്ളുന്നത്. കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമായതോടെ കർശന നടപടിയുമായി നഗരസഭ ആരോഗ്യ വിഭാഗം രംഗത്ത് വന്നിരുന്നു. എന്നാൽ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും മാലിന്യ നിക്ഷേപം വ്യാപകമാക്കുകയാണ്. പ്രധാനമായും നീർച്ചാലുകൾ സജീവമായതോടെ കട്ടപ്പനയടക്കമുള്ള ജലസ്രോതസ്സുകളിലേക്കാണ് മാലിന്യം തള്ളുന്നത്. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കേരളം മുന്നിൽ നിൽക്കുമ്പോഴും കട്ടപ്പന നഗരസഭയിലെ ഈ കട്ടപ്പന ആറ്റിലേക്ക് മാലിന്യം ദിവസേന കൊണ്ട് ഇവിടെ നിന്ന് ഡംപ് ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കട്ടപ്പന നഗരസഭ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ മെല്ലപ്പോക്ക് നയമാണ് ഇതിനെല്ലാം പിന്നിൽ. ഈ മാലിന്യ സംസ്കരണം ഇവിടെ അടിയന്തരമായിട്ട് നടപ്പാക്കേണ്ടതാണ്. ഈ ആറും ഈ സമീപപ്രദേശത്തുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ കവല ആശ്രമം പടി റോഡിൽ നിന്നും കട്ടപ്പനയാറ്റിലേക്കാണ് വലിയ തോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത്. മുൻപ് സമാന രീതിയിൽ മാലിന്യം തള്ളിയതിനെ തുടർന്ന് പ്രദേശവാസികൾ രംഗത്ത് വരികയും CCTV ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് വേണ്ട നടപടി ഉണ്ടായില്ല. ഇതോടെ രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ ഇവിടെ വ്യാപകമായി മാലിന്യം തള്ളുകയാണ്. കടകളിൽ നിന്നുള്ള മാലിന്യവും വീടുകളിൽ നിന്നുള്ള മാലിന്യവുമാണ് ഇവിടെ തള്ളുന്നത്. അടിയന്തരമായി മേഖലയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. മദ്യലഹരിയിൽ യുവാവ് വണ്ടിപ്പെരിയാർ പാലത്തിൽ നിന്നും താഴേക്ക് വീണു. വണ്ടിപ്പെരിയാർ ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയും തങ്കമല സ്വദേശിയുമായ ദിനേശനാണ് പാലത്തിൽ നിന്ന് വീണത്. പോലീസും നാട്ടുകാരും ചേർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്കും മാധ്യമപ്രവർത്തകർക്കും പീരുമേട് ഫയർഫോഴ്സിനും യുവാവ് പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന ഫോൺ വിളിയെത്തി. ഇതോടെ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചു. തുടർന്ന് യുവാവിനെ കരക്കെത്തിച്ചു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവ് പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല, മദ്യലഹരിയിൽ വീണതാണെന്ന വിവരം ലഭിച്ചത്. അപകടത്തിൽ നടുവിന് ഗുരുതര പരിക്കേറ്റ ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മദ്യലഹരിയിലായിരുന്ന യുവാവും കൂട്ടരും ആശുപത്രി ജീവനക്കാർക്കും പോലീസിനും ഒരുപോലെ തലവേദനയുമായി. അതേസമയം രാത്രിയും പകലും വണ്ടിപ്പെരിയാറിൽ വാഹനമോടിക്കുന്നവർ മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്ന പരാതിയും ഉയരുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പരിശോധന വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്. അയ്യപ്പൻകോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് പിതൃബലിതർപ്പണം നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങളാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. വാവ് ബലിയോടനുബന്ധിച്ച് ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് അയ്യപ്പൻകോവിൽ ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത്. രാവിലെ 5:30 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റു കർമ്മങ്ങളും നടന്നു. ക്ഷേത്രം മേൽശാന്തി അനിൽ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ആളുകൾക്കും ഔഷധക്കഞ്ഞിയും വിതരണം ചെയ്തു. നിരവധി ഭക്തജനങ്ങളാണ് ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തിയത്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച 5 ടൺ വസ്തുക്കൾ വയനാട്ടിലെത്തിച്ചു. കട്ടപ്പനയിൽ നിന്ന് വസ്തുക്കളുമായി പുറപ്പെട്ട വാഹനം AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരന്തബാധിതർക്കുള്ള അവശ്യ സാധനങ്ങളടങ്ങിയ ആദ്യ വാഹനമാണ് കട്ടപ്പനയിൽ നിന്നും പുറപ്പെട്ടത്. 3000 കിലോ അരി ഉൾപ്പെടെ 5 ടൺ ഭക്ഷ്യവസ്തുക്കളും മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ശുദ്ധജലം, പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ എന്നിവയുമാണ് വയനാട് ദുരന്ത മേഖലയിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി എത്തിച്ചു നൽകുന്നത്. ജില്ലയിലെ വിവിധ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശേഖരിച്ച അവശ്യ സാധനങ്ങൾ കട്ടപ്പനയിലെ കളക്ഷൻ സെന്ററിൽ സമാഹരിച്ചിരുന്നു. ഇവിടെ നിന്ന് പുറപ്പെട്ട വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്റ്റ് നിർവഹിച്ചു. വർഷത്തിനപ്പുറം കേരളത്തിലുണ്ടായിട്ടുള്ള മൂന്നാറിൻ്റെ മഹാപ്രളയത്തിന് സമാനമായ ദുരന്തമാണ് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 10,000-ലധികം ആളുകൾ ക്യാമ്പിൽ കഴിയില്ല. 1000 കുടുംബങ്ങൾ ഒലിച്ചുപോയി. 500-ലധികം ആളുകളെ
300-ലധികം ആളുകളെ മൃതശരീരമുണ്ടെങ്കിൽ 500-ലധികം ആളുകളെ കാണാനുണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും എല്ലാവരും ഒരുമിച്ച് ഈ ദുരന്തത്തിലെ ആളുകളെ സഹായിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ചലനാത്മകമായ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് കേരളമെമ്പാടുമുള്ള പൊതുസമൂഹത്തിൽ നിന്ന് ആവശ്യ വസ്തുക്കൾ സംഭരിച്ച് വയനാട്ടിലെത്തിക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആഹ്വാനപ്രകാരം ഇടുക്കിയിലെ എല്ലാ മണ്ഡലത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ സാധാരണ ജനങ്ങളിൽ നിന്ന് സംഭരിച്ച അവശ്യ വസ്തുക്കളാണ് ശ്രീ ഫ്രാൻസിസിൻ്റെയും മറ്റ് സഹപ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ ശ്രമം പുറപ്പെട്ട് വയനാട്ടിലേക്ക് പുറപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസിയ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ജോബിൻ മാത്യു, മോബിൻ മാത്യു, കോൺഗ്രസ് നേതാക്കളായ തോമസ് മൈക്കിൾ, സിജു ചക്കുമൂട്ടിൽ, ബീന ടോമി, ജോയി ആനത്തോട്ടം, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാരി ബിനു ശങ്കർ, ആൽബിൻ മണ്ണംചിരിൽ, ആനന്ദ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി തന്റെ സമ്പാദ്യം മാറ്റിവെക്കുകയാണ് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി. ഇരട്ടിയാർ സ്വദേശി ഡയോണ സുച്ചിയാണ് കുടുക്കയിൽ 1 വർഷമായി കൂട്ടിവെച്ചിരുന്ന പണം ഡിവൈഎഫ്ഐയുടെ ഭവന നിർമ്മാണ പദ്ധതിക്കായി കൈമാറിയത്. ചെറുപ്പകാലം മുതലേ കയ്യിൽ കിട്ടുന്ന പണം കുടുക്കയിലിട്ട് സൂക്ഷിക്കുന്ന പതിവ് ഡയോണയ്ക്ക് ഉണ്ടായിരുന്നു. 1 വർഷമാകുമ്പോൾ പണം എടുക്കുകയും തനിക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും. എന്നാൽ ഇക്കൊല്ലം കരുതിയ പണം അങ്ങനെ ചിലവഴിക്കാൻ ഡയോണിക്ക് കഴിയുന്നില്ല. കേരളത്തെ പാടെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിലേക്ക് തന്നാലാകുന്ന സഹായം ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക്. ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ ഭവന പദ്ധതി ഡയോണ അറിയുന്നത്. അങ്ങനെ തന്റെ സമ്പാദ്യം അടങ്ങിയ കുടുക്ക ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിക്ക് കൈമാറി. 1-2 വർഷമായിട്ട് സൂക്ഷിക്കാൻ തുടങ്ങിയായിരുന്നു. ഇങ്ങനെ വയനാട്ടിൽ ഇങ്ങനെ ഒരു അപകടം വന്നപ്പോൾ അവർക്ക് കൊടുത്തിട്ടാന്ന് വെച്ച്. ഇരട്ടിയാർ കാറ്റാടിക്കവല പൂവത്തുകുന്നേൽ സജി ജയ ദമ്പതികളുടെ മകളാണ് ഡയോണ. ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഡോണാണ് സഹോദരൻ. ഡയോണ നൽകിയ പണമടങ്ങിയ കുടുക്ക ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ ഏറ്റുവാങ്ങി. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി കേരള വ്യാപാരി വ്യവസായി സമിതി. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 20 ഭവനങ്ങൾ വച്ചു നൽകുന്നതിന് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വണ്ടിപ്പെരിയാർ യൂണിറ്റ് കമ്മിറ്റി സുമനസുകളിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ചു. ഇവർ സമാഹരിച്ച തുക ജില്ലാ കമ്മിറ്റിക്ക് കൈമാറും. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു ആയുഷ്കാലത്തെ അധ്വാനം കൊണ്ട് നേടിയവയെല്ലാം നഷ്ടപ്പെട്ട അനേകം കുടുംബങ്ങളാണുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടവർ ഇനി എന്ത് എന്ന ആശങ്കയിൽ കഴിയുമ്പോഴാണ് ഇവർക്ക് കൈത്താങ്ങായി 20 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുവാൻ കേരള വ്യാപാരി വ്യവസായി സമിതി തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇടുക്കി ജില്ലയിലെ എല്ലാ യൂണിറ്റുകളും സുമനസുകളിൽ നിന്നും ധനസഹായം സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ യൂണിറ്റും സഹായം സ്വീകരിച്ചത്. സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് ജയകുമാർ, ഏരിയ സെക്രട്ടറി ഡോക്ടർ പ്രജിൻ ബാബു, യൂണിറ്റ് സെക്രട്ടറി N നവാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ധനസഹായ സമാഹരണം നടത്തിയത്. ഇവരുടെ ശ്രമങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് S അൻപുരാജ് പറഞ്ഞു. വ്യാപാരി വ്യവസായി സമിതിയുടെ ഓരോ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഓരോ വീടുകൾ നിർമ്മിച്ചു നൽകുവാനാണ് തീരുമാനം. വണ്ടിപ്പെരിയാർ യൂണിറ്റ് കമ്മിറ്റി ശേഖരിച്ച ധനസഹായം ജില്ലാ കമ്മിറ്റിക്ക് കൈമാറും. കട്ടപ്പന കൊച്ചുതോവാള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രം കുമാരനാശാൻ കുടുംബയോഗത്തിൽ ശാന്തിയാത്ര നടന്നു. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുടുംബങ്ങളിലും ഈശ്വരാരാധന എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 16 വർഷക്കാലമായി ശാന്തിയാത്ര നടത്തിവരുന്നത്. വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കുമായി പ്രാർത്ഥനയോടെയാണ് ശാന്തിയാത്ര ആരംഭിച്ചത്. ശാഖായോഗം പ്രസിഡന്റ് PK സന്തോഷിന്റെ ഭവനത്തിൽ നിന്നും ആരംഭിച്ച ശാന്തിയാത്രയുടെ ഉദ്ഘാടനം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ നിർവഹിച്ചു. അവിടെ അങ്ങനെ ഒരു വലിയ ദുരന്തമുണ്ടായപ്പോൾ ഓടിയെത്തിയവർക്കിടയിൽ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല,
സഹായിക്കണമെന്നൊരു ചിന്താഗതിയും കൈത്താങ്ങുമായി കൂടെ നിൽക്കുന്നൊരു മനോഭാവമാണ് നമ്മൾ കണ്ടത്. ഗുരു ഉദ്ദേശിക്കുന്നത് ആപത്ത് വരുന്നതിന് മുമ്പ് തന്നെ, ആപത്ത് വരുമ്പോൾ മാത്രമല്ല, ആപത്ത് വരുന്നതിന് മുമ്പ് തന്നെ ജാതിയും മതവും തിരിച്ച് വ്യത്യാസമായി കാണാതെ, രാഷ്ട്രീയ വ്യത്യാസം കാണാതെ, സ്വത്തിൻ്റെ പേരിൽ അതിമോഹവും ഒരു കുടുംബത്തിലായാലും സ്വത്ത് തർക്കങ്ങളുമായി മനുഷ്യൻ അകന്നു കഴിയാതെ ആപത്ത് വരുന്നതിന് മുമ്പ് തന്നെ പരസ്പരം കൈത്താങ്ങാകുന്ന ഒരു മനോഭാവത്തിൽ എല്ലാവരും ജീവിക്കണമെന്ന ഒരു സന്ദേശമായിരിക്കട്ടെ. കുമാരനാശാൻ കുടുംബയോഗത്തിലെ 40 വീടുകളിലാണ് ദിവ്യജ്യോതി പ്രയാണവും ശാന്തിയാത്രയും നടന്നത്. ക്ഷേത്രം മേൽശാന്തി നിശാന്ത് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാഖായോഗം വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ, സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി, ശാഖായോഗം ചെയർമാൻ പി.ജി. സുധാകരൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ വിജീഷ് ടി.കെ, ഇ.കെ. ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മഴക്കാലമായതോടെ അയ്യപ്പൻകോവിൽ പദ്ധതി പ്രദേശത്ത് മീൻപിടുത്ത സംഘങ്ങൾ സജീവം. ചൂണ്ടയുപയോഗിച്ചും വലയെറിഞ്ഞും വല കെട്ടിയും മീൻ പിടിക്കുവാനെത്തുന്നവർ നിരവധിയാണ്. അവധി ദിവസങ്ങൾ ആഘോഷമാക്കുകയാണ് ഈ മീൻപിടുത്ത സംഘങ്ങൾ. മഴക്കാലമായതോടെ ഇടുക്കി പദ്ധതി പ്രദേശത്ത് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇതോടെ നിരവധി മീൻപിടുത്ത സംഘങ്ങളാണ് ഈ മേഖലകളിൽ സജീവമായിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾ ചൂണ്ട ഉപയോഗിച്ചും തോടിനു കുറുകെ വല കെട്ടിയും വലയെറിഞ്ഞും മീൻ പിടിക്കുകയാണ്. ഗോൾഡ്, സിലോപ്പിയ പോലുള്ള മത്സ്യങ്ങളാണ് ഇവർക്ക് കൂടുതലും ലഭിക്കുന്നത്. ഇല്ലിക്കമ്പിൽ ചൂണ്ടനൂല് കോർത്ത് മീനുകളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സൂചിയിൽ മണ്ണിരകളെ കുരുക്കി ഒഴുക്കുള്ള ഭാഗം നോക്കി ചൂണ്ടയിടുകയാണ് പതിവ്. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും മീനുകളെ ലഭിക്കണമെന്നില്ല. അവധി ദിവസങ്ങൾ ആഘോഷമാക്കാനാണ് പലരും ഇത്തരത്തിൽ മീൻ പിടിക്കുന്നതിനായി എത്തുന്നത്. വെള്ളം കയറി കഴിയുമ്പോൾ മീനുള്ളൂ, അല്ലാതെ തോട്ട് മീനില്ല. ഒരു മീനുണ്ട്, ചൂണ്ട അങ്ങനെ കാര്യമായിട്ട് കിട്ടില്ല. വീശുകാരൊക്കെ ഉണ്ട്. അത് കലക്കുന്ന വിഷയം മുഴുത്ത ഗോൾഡും കിട്ടും. ഗോൾഡ്, കണമ്പ്, കട്ടള, പിന്നെ ഒരു 18 കിലോ കട്ടള പിടിച്ച ചൂണ്ടയിട്ടോ അതെ വീശി. ഇതൊരു യോഗമാണ്. അന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ചിലപ്പോൾ ഒന്നും കിട്ടിയാലേ ചിലപ്പോൾ മീൻ കിട്ടും. ചിലർക്കിത് ഉപജീവന മാർഗം കൂടിയാണ്, മറ്റു ചിലർക്ക് വിനോദവും. ഇങ്ങനെ ഇടുക്കി പദ്ധതി പ്രദേശത്തിന്റെ ഭാഗമായ അയ്യപ്പൻകോവിലിൽ മീൻപിടുത്ത സംഘങ്ങൾ സജീവമാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി ലോല മേഖലയായി ജില്ലയിലെ 47 വില്ലേജുകളും പുനർപ്രസിദ്ധീകരിക്കണമെന്നത് MP-മാരുടെ ഇടപെടൽ ഉണ്ടാകാത്തത് മൂലമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള MP-മാർ 5 വർഷം പാർലമെന്റിനകത്ത് മിണ്ടാതിരുന്നതിന്റെയും പരിസ്ഥിതി സംഘടനകൾക്ക് ചൂട്ടുപിടിച്ചതിന്റെയും പരിണിത ഫലമാണിതെന്നും ആരോപണം. സ്വകാര്യ വ്യക്തിയുടെ അനധികൃത നിർമ്മാണം മൂലം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നിരവധി കുടുംബങ്ങൾ. കൃഷിയിടത്തിൽ ജലസംഭരണി നിർമ്മിക്കുന്നതിനായി റോഡ് വെട്ടിയതോടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് സേനാപതി പഞ്ചായത്തിലെ മുക്കുടിയിൽ. അനധികൃത നിർമ്മാണം നടക്കുന്നത് 2018 ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തോട് ചേർന്ന. കട്ടപ്പന നഗരസഭാ പരിധിയിൽ മാലിന്യ നിക്ഷേപം വ്യാപകം. മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുന്നത്
കട്ടപ്പനയാർ കേന്ദ്രീകരിച്ച. മഴക്കാലമായതോടെ അയ്യപ്പൻകോവിൽ പദ്ധതി പ്രദേശത്ത് മീൻപിടുത്ത സംഘങ്ങൾ സജീവം. ചൂണ്ടയുപയോഗിച്ചും വലയെറിഞ്ഞും വല കെട്ടിയും മീൻ പിടിക്കുവാനെത്തുന്നവർ നിരവധി. അവധി ദിവസങ്ങൾ ആഘോഷമാക്കി മീൻപിടുത്ത സംഘങ്ങൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.